ഹായ്, നമ്മളിന്ന് ചിക്കൻ കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. ചിക്കൻ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെന്ത് മിക്സിയിൽ ഒന്ന് ചതച്ച് വെച്ചിരിക്കുകയാണ്. മിക്സിയിൽ ചതയ്ക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ടിങ്ങനെ കീറി ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ സ്റ്റൗ കത്തിച്ച് ഫ്രൈ പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, ഇത്തിരി കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ സവാള കൊത്തി അരിഞ്ഞത്, ഒരു 3 സവാളയുണ്ട് വലുത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, മല്ലിയില, ഇതൊക്കെയാണ്. നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി കടുക് പൊട്ടി കഴിഞ്ഞിട്ട് ഉള്ളിയും പച്ചമുളകും ഒരുപോലെ ഇടാം. ഉള്ളി കൊത്തി അരിഞ്ഞതും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നു. സവാള, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പേസ്റ്റല്ല, ഒരുമാതിരി ചതഞ്ഞതാണ്, അത് ഇട്ട് ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇടുന്നത് നമ്മുടെ ചിക്കൻ നമ്മൾ ഇങ്ങനെ ചതച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴട്ടിയെടുക്കാം. ഉപ്പിട്ടാണ് നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇതേ പ്രൊസീജിയർ തന്നെയാണ് ബീഫാണെങ്കിലും സോയയാണെങ്കിലും പനീറാണെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്കിങ്ങനെ ഉണ്ടാക്കാം. വെജിറ്റബിൾ കട്ട്ലറ്റും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം. പ്രൊസീജിയർ ഒന്ന് തന്നെയാണ്, ഇൻഗ്രീഡിയൻസിന് മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഏകദേശം ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ നമ്മളിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മസാലകളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വേണമെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ശകലം മഞ്ഞൾപ്പൊടി അത്യാവശ്യമില്ലെങ്കിലും മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ നമ്മളിടുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി അവരവരുടെ എരിവിനനുസരിച്ചിടാം. കുരുമുളക് പൊടി ഇട്ടു. പിന്നെ നമ്മളിടുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഒരു 2 സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് വേറെ മുളക് പൊടിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുരുമുളക് അവരവരുടെ എരിവിന്, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് കുറച്ചിടുക. കുരുമുളക് പൊടി ആവശ്യമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇത്തിരിയുടെ 2 സ്പൂണ്. ഇത് ഇപ്പോൾ ഇത്തിരി ക്വാണ്ടിറ്റി ഇച്ചിരി കൂടുതലുള്ളത് കൊണ്ടാണ് ഒരു 2-2.5 സ്പൂണ് ചിക്കൻ മസാല ഇട്ടത്. ഇതൊന്ന് ഈ തവയിൽ കിടന്ന് ഇങ്ങനെയൊന്ന് മൂത്ത് വരുമ്പോൾ, കരിയാതെ ഇങ്ങനെയൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത്രമേ ഉള്ളൂ കൂട്ട് തയ്യാറാക്കുന്നത്. ഇനി നമുക്കിത് ഉരുട്ടി എടുത്ത് പൊട്ടറ്റോ പൊടിച്ചതും കൂടെ ചേർത്ത് ഉരുട്ടിയെടുത്ത് ബ്രെഡ് ക്രംബിലും മുട്ടയിലും മുക്കി വറുത്ത് കോരുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനുള്ള റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കണം. തണുത്ത് കഴിഞ്ഞിട്ടേ നമുക്കിത് ഉരുട്ടാൻ പറ്റത്തുള്ളൂ. തണുക്കുന്ന അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് നമ്മുടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ്. പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്നു. നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടെ പൊടിച്ച് എല്ലാം കൂടെ കുഴച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ബ്രെഡ് ക്രംബോ അല്ലെങ്കിൽ റസ്ക് പൊടിച്ചെടുത്തായാലും മതി. പിന്നെ നമ്മൾ ഒരു 3 മുട്ട ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് വരുത്താം. ഇങ്ങനെ എടുത്ത് ചെറിയ ഉരുളകളാക്കി ഷേപ്പ് ഉണ്ടാക്കിയിട്ട് ആദ്യം മുട്ടയിലേക്ക് മുക്കുന്നു. മുട്ടയിലേക്ക് മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് ക്രംബിലേക്ക് മുക്കുന്നു. ഇത്രയുമേ ഉള്ളൂ. ഇങ്ങനെ മുക്കി ബ്രെഡ് ക്രംബിൽ മുക്കി നമ്മൾ മാറ്റി ഇങ്ങനെ വെക്കുന്നു. ഷേപ്പ് നമുക്ക് റൗണ്ട് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടമാണ്. റൗണ്ടിലുണ്ടാക്കാം, അതല്ലെങ്കിൽ ഓവൽ ഷേപ്പിലുണ്ടാക്കാം. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ അത് ചെയ്യാവുന്നതാണ്. ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനാണ്. ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു ഓവൽ ഷേപ്പിലും കിട്ടും, അതല്ലെങ്കിൽ റൗണ്ടിലും വയ്ക്കാം. എന്നിട്ട് മുട്ടയുടെ മുക്കി ബ്രെഡ് ക്രംബിലേക്ക്
വെച്ച് വയ്ക്കുന്നു. ഇത്രയുമേ ഉള്ളൂ. ഇനി എണ്ണയിലിട്ട് വറുത്ത് കോരുന്നത്. അപ്പം നമ്മൾ എണ്ണ ഇവിടെ തിളച്ച് കിടക്കുന്നുണ്ട്. എണ്ണയിലേക്ക് കട്ട്ലറ്റ് ഇടുകയാണ്. എന്നിട്ട് സിമ്മിലിടേണ്ടതാണ്. കാര്യം എല്ലാ സംഭവങ്ങളും വെന്തതായതുകൊണ്ട് ചെറിയ ഫ്ലെയിമുള്ള അടുപ്പിലേ വയ്ക്കാവൂ. പിന്നെ സിമ്മിലാണ് ഇടേണ്ടത്. കാര്യം എല്ലാം വെന്തതായതുകൊണ്ട് കരിഞ്ഞെളുപ്പം പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സിമ്മിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. എണ്ണ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സിമ്മിലേക്ക് ആക്കണം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.